വീട് മുഴുവൻ കത്തിപ്പോയേനെ അനീഷിന്റെ പണി ജിസേൽ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പ്രമോയിൽ കാണിച്ചതുപോലെ മിഡ് വീക്ക് എവിക്ഷൻ. ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഈ 6 പേരിൽ നിന്ന് 2 പേരെ എവിക്റ്റ് ചെയ്യാൻ പോകുന്നത് 2 ദിവസത്തിനകം? ആരായിരിക്കും എവിക്റ്റ് ആകുന്നത്? ഇവർക്ക് വേണ്ടി ബാക്കിയുള്ളവരായിരിക്കും ടാസ്ക് കളിക്കുന്നത്. ചതി നടക്കുമോ? അതായത് മനഃപൂർവ്വം പലരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് ചതിക്കുമോ? ചതി നടക്കണമല്ലോ അല്ലേ? നമുക്ക് നോക്കാം. ഇത് ബിഗ് ബോസ് ആണ്. ഏത് മാർഗേനയും ജയിക്കണം, ചതിച്ചോ അല്ലാതെയോ, അല്ലേ? പ്രമോയിൽ കാണിച്ച ഒരു കാര്യം ബിഗ് ബോസ് വീട്ടിൽ നടന്നു കഴിഞ്ഞു. വഴക്ക്. എന്തിനായിരുന്നു ആ വഴക്ക്? അനീഷിന് രാവിലെ എന്തെങ്കിലും കോണ്ടന്റ് ആണോ? എന്തെങ്കിലും ഗൗരവമായൊരു വിഷയം നടന്നോ? നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണേ. അപ്പോൾ അങ്ങനെ ഗൗരവമായൊരു വിഷയം ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ നടന്നിരിക്കുകയാണ്. ഇതിൽ ജിസേലിന്റെ കാര്യമാണ് കഷ്ടം. അനീഷ് സ്റ്റീൽ പാത്രം എടുത്ത് ഓവനിൽ വെച്ചു. അപ്പോൾ ജിസേൽ അയ്യോ എന്ന് വിളിച്ചു. അതിപ്പോൾ നമ്മളാണെങ്കിലും വിളിക്കുമല്ലോ അല്ലേ? അയ്യോ വയ്ക്കരുതേ, അത് പ്രശ്നമാകും, ചിലപ്പോൾ സ്പാർക്ക് വന്ന് ബേസ്റ്റ് ആകും. അങ്ങനെ ബേസ്റ്റ് ആകാൻ സമയമെടുക്കും, എന്നാലും സ്പാർക്കൊക്കെ വന്ന് ഷോർട്ട് സർക്യൂട്ടായി എല്ലാം അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. സ്റ്റീൽ പാത്രം മൈക്രോവേവ് ഓവനിൽ വയ്ക്കാൻ പാടില്ല എന്നത് ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായും നമുക്കുണ്ടാവുന്ന റിയാക്ഷനാണ് ജിസേലിനും ഉണ്ടായത്. അല്ലാതെ അയ്യോ ഓവനിനകത്ത് സ്റ്റീൽ പാത്രം വയ്ക്കരുത്, ഇങ്ങനെ ആയിരിക്കുമോ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്? പെട്ടെന്ന് അത് പോയി എടുക്കുകയല്ലേ ചെയ്യുള്ളൂ. ഉടനെ അനീഷ് ഇത്രയും ഡ്രാമാറ്റിക് ആവേണ്ട ആവശ്യമുണ്ടോ ജിസേലെ? എനിക്ക് പറഞ്ഞു തന്നാൽ പോരെ? ഇവിടെ വേറെ വല്ലവരുമായിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ അനീഷ് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി മെഴുകിയേനല്ലോ. ബിഗ് ബോസ് ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും ഇങ്ങോട്ട് പറഞ്ഞു വിടല്ലേ. അവർ ഇങ്ങനെ ചെയ്തു, വലിയൊരു ആപത്ത് ഞാൻ കണ്ടതുകൊണ്ട് ഒഴിവായി എന്ന് 100 വട്ടം പറഞ്ഞു നടന്ന് ബിഗ് ബോസിന് തന്നെ തലവേദന ആക്കിയേനെ. ഇപ്പോൾ അനീഷ് ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ കാണിച്ചവർക്ക് കുറ്റം. അനീഷിന്റെ ഈ സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? അനീഷിന് നേരെ ബിഗ് ബോസ് കണ്ണടയ്ക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക.